ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി അനുതാപമാർന്നണയാ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഈശോ പറയുന്ന പ്രകാരമാണ്. ഇനിയും വളരെ അധികം കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയാനുണ്ട്. അതെല്ലാം മനസ്സിലാക്കുവാനുള്ള കഴിവ് അവർക്കില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞാനിതാ അഴക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ പഠിപ്പിക്കും, സത്യമായ കാര്യങ്ങൾ എല്ലാവരും ബോധ്യപ്പെടുത്തുകയും ചെയ്യും. നാം ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ എന്നറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മൾ എന്നറിയണം പ്രാർത്ഥിക്കുക. നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവോ ശക്തിയോ ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ, ആത്മാവ് പറയുന്ന പോലെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ഈ ബലിയെ പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും, നമ്മുടെ കുടുംബത്തെയും, മാതാപിതാക്കളെയും, മക്കളെയും, ഭാര്യയും ഭർത്താവിനെയും, സഹോദരി സഹോദരന്മാരെയും, ലോകമുള്ള എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് കൊറോണ രോഗികളെയും ഈ ബലിയെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി നമ്മുടെ തെറ്റുകൾ പാപങ്ങൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അങ്ങേ പുത്രന്റെ ഉദ്ധാന മഹോത്സവങ്ങൾ വർഷം തോറും ഈ ദിവരഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് പോലെ എല്ലാ വിശുദ്ധരുമത്തുള്ള അവിടുത്തെ ആഗമനത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 17-ാം അധ്യായം 15 മുതൽ 22 വരെയും 18-ാം അധ്യായം 1 വാക്യങ്ങൾ. അക്കാലത്ത് പൗലോസിൻ്റെ കൂടെ പോയിരുന്നവർ അവനെ ആഥൻസിൽ കൊണ്ടുചെന്നാക്കി. സീലോസും തിമോത്തിയോസും കഴിയുന്നതും വേഗം തൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന് അവൻ്റെ നിർദ്ദേശവുമായി അവർ തിരിച്ചു പോന്നു. അരേപ്പഗാസിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു: ആഥൻസ് നിവാസികളെ, എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ
നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ലേ മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്യുന്നത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിലാരിലും നിന്ന് അകലെയല്ല. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളോട് തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീടൊരിക്കൽ കേട്ടുകൊള്ളാം. അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറേ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു. അരേപ്പഗോസുകാരൻ ഡൈനീഷ്യസും ദമാറസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കൊറിന്തോസിലെത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. ആകാശത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ നിന്ന് അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പുയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നല്ല ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവരിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപിതാവിലും സ്നേഹം നിറഞ്ഞവരെ, ശിഷ്യന്മാരോട് വളരെ അധികം കാര്യങ്ങൾ ഈശോയ്ക്ക് പറയാനുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ട് ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവ് സത്യാത്മാവ് വരും. സത്യാത്മാവ് വരുമ്പോൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി പറഞ്ഞു തരും. വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി വെളിപ്പെടുത്തുകയും ചെയ്യും. നമുക്കറിയാമല്ലോ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതം. മാതാവിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈശോ ഉദരത്തിലും ജനിക്കുന്നത്. മാതാവ് പറഞ്ഞു, എനിക്കിതെങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. എല്ലാം ദൈവത്തിന് വെളിപാട് പോലെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. ഭംഗിയായി ഈശോയ്ക്ക് ജന്മം നൽകുന്നു. ഈശോയുടെ രക്ഷാകര രഹസ്യത്തിന് പരിശുദ്ധ മാതാവ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യുന്നു. എലിസബത്തിനെ സക്രിയാസിനെ എടുക്കുക. ഉണ്ണി അവർക്കും ഒരു ശിശു ജനിക്കുമെന്ന് പറയുന്നുണ്ട്. സക്രിയ അത് അംഗീകരിക്കുന്നില്ല. സക്രിയ അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ സക്രിയായുടെ ശബ്ദം നിലച്ചു പോവുകയാണ്. എന്നാൽ സ്നാപയോഹന്നാൻ എലിസബത്തിന് ജനിച്ചു കഴിയുമ്പോൾ ഇതാ സക്രിയായുടെ ശബ്ദം തിരികെ ലഭിക്കുകയാണ്. അപ്പോൾ ദൈവികമായ രഹസ്യങ്ങൾ നിഗൂഢമാണ്. ആത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കും. നമ്മൾ അപ്പോസ്തലന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ചു കേൾക്കുമ്പോൾ ശിഷ്യന്മാർക്കെല്ലാം പേടിച്ച് വിറച്ച് അവർ സ്വീകരണോടിച്ചാൽ കഴിഞ്ഞിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർ ശക്തരാകുന്നു. ലോകത്ത് എല്ലായിടത്തും പോയി കർത്താവിൻ്റെ സുവിശേഷം, സത്യസുവിശേഷം പ്രഘോഷിക്കുന്നു. നമ്മളും ദൈവത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അനുഗ്രഹമായി തരുവാൻ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കണമെന്ന് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ജീവന്റെ മനുഷ്യരുമായി ഈ അപ്പം ഞാൻ സ്വീകരിക്കാൻ സമർപ്പിക്കുകയും ചെയ്യണം. സ്വീകരിച്ചാലും നാഥാ സ്വീകരിച്ചാലും, സ്വീകരിച്ചാലും നാഥാ സ്വീകരിച്ചാലും, താവക പദതാലിലൻപോടേകുമി ചെറുകാഴ്ചകൾ സ്വീകരിച്ചാലും, ഈ തളികയിലപ്പമോടൻ തൃത്തടം ഞാൻ ചേർത്തിടാം, ഈ തളികയിലപ്പമോടൻ തൃത്തടം ഞാൻ ചേർത്തിടാം, ചിന്തവാക്കുകൾ കർമ്മമെല്ലാം എന്തിനൻ മുഴുജീവനും. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ,
പരിശുദ്ധമായ ബലിയുടെ ഭക്തിയാദരവോടുള്ള വിനിമയത്താൽ ഏകപരമോന്നതമായ ദൈവിക പ്രകൃതിയിൽ ഞങ്ങളെയും പങ്കാളികളാക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ തന്നെ അനുയുക്തമായ ജീവിതശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ അർപ്പണം വഴി പുരാതനമായ ബലികൾ കുരിശിന്റെ രഹസ്യത്താൽ പൂർത്തീകരിക്കുകയും ഞങ്ങൾ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. ആകയാലാമോദ വായ്പിലമരുമ സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് മുഖാമുഖം കണ്ട് അവിടുത്തെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവൻ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്
പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, അൽമായിരം ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണമേ. ദൈവമേ, ഉയർപ്പിൻ്റെ പ്രത്യാശ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ, അങ്ങേ കാന്യത്ത് മരണമടഞ്ഞ എല്ലാവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവും സർവ്വത്രികസ്ഥ മധ്യസ്ഥനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ അവസരപ്പിതാടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യത്തിൽ പങ്കുചേരുവാൻ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി അങ്ങേ വാത്സരിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെയും സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായി ദിവ്യോപദേശാരികൾക്കായി നമുക്ക് ഏറ്റുമെല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിക്കണം. അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ പാവങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസതകൾ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ക്രിസ്മസ് ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൻ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ തിരുശരീരങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ഭൂവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ഭൂവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. സർവശക്തനായ കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടുകൂടി ആയിരിക്കണമേ എന്നും സ്വർഗീയമായ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിത ശൈലിയിൽ നിന്നും നവജീവനിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ
ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ.